അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദർശങ്ങൾ പണയപ്പെടുത്തുന്ന രാഷ്ട്രീയം ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ശാപമാണ്. അവിടെ മൂല്യങ്ങൾ വെറും ചവിട്ടുപടികൾ മാത്രമായി മാറുന്നു. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ വിധികർത്താക്കളെ, SSFൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാറുന്ന രാഷ്ട്രീയ ധാർമ്മികതയും പ്രത്യാശാസ്ത്രങ്ങളുടെ അപജയവുമെന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് നെഞ്ചുപൊട്ടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു ജനതയെ നയിക്കാൻ, അവർക്ക് കൃത്യമായ ദിശാബോധം നൽകാൻ രൂപം കൊള്ളുന്ന ഉദാത്തമായ ചിന്താധാരകളെയാണ് നാം പ്രത്യാശാസ്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയെ നയിച്ച മഹാത്മാഗാന്ധിയെയും ഒരു പുത്തൻ ലോകക്രമം സ്വപ്നം കണ്ട നെൽസൺ മണ്ടേലയുമൊക്കെ നാം ഓർക്കുന്നത് അവർ മുറുകെ പിടിച്ച ആദർശങ്ങളുടെ പേരിലാണ്. ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച നേതാക്കളുടെ ചരിത്രമാണ് നമുക്കുള്ളത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് പ്രത്യാശാസ്ത്രങ്ങൾ വെറും അലങ്കാരമായി, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് പിടിക്കാനുള്ളൊരു ബ്രാൻഡായി മാറിയിരിക്കുന്നു. ഇന്ന് രാഷ്ട്രീയത്തിൽ ഇടതുമില്ല വലതുമില്ല, അധികാരമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, അധികാരമെന്നത് ആസ്വദിക്കാനുള്ള ഒന്നല്ല, മറിച്ച് അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ മഹാനായ ഭരണാധികാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പ്രഖ്യാപിച്ചൊരു വാചകമുണ്ട്: ഫുറാത്തൂസ് നദിക്കരയിൽ ഒരാട് വിശന്ന് മരിച്ചാലും അതിന് പരലോകത്ത് മറുപടി പറയേണ്ടി വരുന്നത് ഭരണാധികാരിയായ ഉമറാണ്. എത്ര ഉദാത്തമായ രാഷ്ട്രീയ ധാർമ്മികതയാണിത്! ജനങ്ങളുടെ പട്ടിണിയും പ്രയാസവും സ്വന്തം പ്രയാസമായി കാണുന്ന ഇത്തരം മൂല്യങ്ങളെയാണ് രാഷ്ട്രീയം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തത്വങ്ങളോട് പൂർണ്ണമായും വിയോജിച്ച് ആ പാർട്ടിയെ പരസ്യമായി ചീത്ത വിളിച്ച് അടുത്ത ദിവസം രാവിലെ അതേ പാർട്ടിയുടെ കൊടി പിടിച്ച് വോട്ട് ചോദിക്കുന്ന കാഴ്ച ഇന്നത്ര സാധാരണമാണ്. ഇതിനെയാണോ നാം രാഷ്ട്രീയമെന്ന് വിളിക്കേണ്ടത്? രാഷ്ട്രീയം എന്നത് ഒരു കരിയറോ ബിസിനസ്സോ അല്ല, അത് ജനസേവനത്തിനുള്ള ഉപാധിയാണ്. ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിയാത്ത, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയത്തിനും അധികകാലം നിലനിൽപ്പില്ല. ഇന്ന് നിയമസഭകളും പാർലമെൻറ്റും കോടികളുടെ കുതിര കച്ചവടത്തിന് വേദിയാകുന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രതിനിധികളെ റിസോർട്ടുകളിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നു. ലേലം വിളിച്ച് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന റിസോർട്ട് രാഷ്ട്രീയം ജനാധിപത്യത്തിന് ഏൽപ്പിക്കുന്ന മുറിവുകൾ എത്ര വലുതാണ്! കൂറുമാറ്റ നിയമങ്ങൾ പോലും ഇവിടെ വരെ നോക്കുകുത്തികളാകുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയം ഒരു പാപമാണ്. എന്നാൽ ഇന്ന് മൂല്യങ്ങളുടെ നേതാക്കൾക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ലാതായിരിക്കുന്നു. പണക്കൊഴുപ്പും വർഗീയതയും വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപയോഗിച്ചാണ് ഇന്ന് പല വിജയങ്ങളും കൊയ്യുന്നത്. കോർപ്പറേറ്റുകളുടെ പണച്ചാക്കുകൾക്ക് മുമ്പിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ വിസ്മരിക്കപ്പെടുന്നു. ഈ അപജയത്തിന് കാരണം രാഷ്ട്രീയക്കാർ മാത്രമല്ല, ജനങ്ങളായ നമ്മുടെ നിസ്സംഗത കൂടിയാണ്. രാഷ്ട്രീയക്കാർ മുതലെടുക്കുന്ന ഈ അവസരവാദ നിലപാടുകളെയും അധാർമികതയെയും രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്ന് വിളിച്ച് നമ്മൾ മഹത്വവൽക്കരിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയാണ് ഇല്ലാതാക്കുന്നത്. തെറ്റുകളെ തെറ്റുകളായി കാണാനും നേറുകേടുകളെ ചോദ്യം ചെയ്യാനും ജനങ്ങൾക്ക് സാധിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ യുവതലമുറ മൊബൈൽ സ്ക്രീനുകളിൽ രാഷ്ട്രീയം കാണുന്ന തലമുറയല്ല, നാളത്തെ രാഷ്ട്രീയത്തെ മാറ്റി എഴുതുന്ന തലമുറയാകണം. അധികാരത്തെ ആരാധിക്കാതെ ഉത്തരവാദിത്തത്തെ ആദരിക്കുന്ന ഒരു പുതിയ സമൂഹം നമുക്ക് സൃഷ്ടിക്കണം. ഇനിയെങ്കിലും പ്രത്യാശാസ്ത്രങ്ങളുടെ അന്തസ്സും രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികതയും വീണ്ടെടുക്കേണ്ടതുണ്ട്. പണത്തിനും ജാതിക്കും മതത്തിനും അതീതമായി യോഗ്യരായ മനുഷ്യരെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് സാധിക്കണം. ആദർശങ്ങളിലേക്ക് മടങ്ങുന്ന മൂല്യങ്ങളിൽ ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിക്കാൻ യുവതലമുറയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശാസിച്ചുകൊണ്ട് മാറുന്ന രാഷ്ട്രീയത്തിനെതിരെ, പ്രത്യാശാസ്ത്രങ്ങൾക്കെതിരെ ഞാനും നിങ്ങളും തൊടുത്തുവിടുന്ന ഓരോ വാക്കിൻ്റെയും ഓരോ പ്രവൃത്തിയുടെയും മൂർച്ച കൂട്ടുവാൻ ഈ സംഗമം ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.